ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ കൈത്താക്കാലം കഴിഞ്ഞു. ആരാധനാക്രമ വർഷത്തിൽ നമ്മൾ ഏലിയ സ്ലീവ മൂശക്കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏലിയ സ്ലീവ മൂശക്കാലം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത്? ഈ 3 കാര്യങ്ങളിലൂടെ ഏലിയ എന്ന് പറയുന്ന പ്രവാചകനെ ഓർക്കുന്നു, മൂശ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ രക്ഷകനെ അല്ലെങ്കിൽ നേതാവിനെ നമ്മൾ ഓർക്കുന്നു, സ്ലീവായെ ഓർക്കുന്നു. ഏലിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വാക്കുകൾ ജനത്തോട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ആ രീതിയിൽ ദൈവത്തിൻ്റെ വാക്കുകളെ അവിടെ നമുക്ക് കാണാം. രണ്ടാമത്തെ കാര്യം മൂശ എന്ന് പറയുന്ന ആ വ്യക്തിയിലൂടെയാണ് ദൈവം ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നത്. ആ മോശയിലൂടെയാണ് ദൈവം കൽപ്പനകൾ കൊടുക്കുന്നത് സീനായ് മലയിൽ വെച്ച്. മൂന്നാമതായിട്ട് സ്ലീവ, ഈശോ മരിച്ച ആത്മദാനം ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണമാണ്. ആ കുരിശുമരണത്തിലൂടെയാണ്, തൻ്റെ രക്തത്തിലൂടെയാണ് നമുക്ക് രക്ഷ തന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ വചനം ഏലിയ പ്രവാചകൻ നമ്മളെ അതാണ് ഉറപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ പ്രമാണം. ഈ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രമാണവും നമ്മൾ ആ സ്ലീവായുടെ അരൂപിയിൽ, അതായത് ഈശോയുടെ അരൂപിയിൽ സ്വീകരിക്കുമ്പോഴാണ്, അത് ജീവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ രക്ഷ കൈവരുന്നത്. പഴയ നിയമത്തിൽ ഈ ദൈവത്തിൻ്റെ വചനവും അതുപോലെ തന്നെ മോശയിലൂടെ കൊടുത്ത നിയമമൊക്കെ അവരനുസരിച്ചിരുന്നു. പക്ഷേ അവരുടെ ചിന്തയിൽ അതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ഒരു ഭൗതികമായ ഒരു രാജ്യം, ഒരു രാജാവ്, വലിയൊരു ജനത, അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതായിരുന്നില്ല അതിനർത്ഥം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ സഹിക്കുന്ന ദാസനെക്കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് രക്ഷകൻ്റെ ചിത്രം. ആ ചിത്രം അവർക്ക് സ്വീകരിക്കാൻ തയ്യാറില്ലായിരുന്നു, അപ്പസ്തോലന്മാർക്ക് പോലും. അതുകൊണ്ടാണ് പത്രോസ് ഈശോയോട് നിനക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് യോഹന്നാനും അങ്ങയുടെ ഇടത്തും വലത്തും ഞങ്ങൾക്ക് ഇരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ചിന്തകളുമായിട്ടാണ് യഹൂദന്മാർ നടന്നിരുന്നത്, ഇസ്രായേൽ നടന്നിരുന്നത്. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ കുരിശിൽ മരിക്കണം. എന്തിന്? കുറ്റം ചെയ്യാതെ, യാതൊരു കുറ്റവും ചെയ്യാത്ത ഒരു നിഷ്കളങ്കനായിട്ട് കുരിശിൽ മരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി രക്തം ചിന്തുക, ആത്മദാനം ചെയ്യുക. അപ്പോൾ നമ്മളെ ഉറപ്പെടുത്തതാണ് ദൈവത്തിൻ്റെ വചനമാണ് ഈശോ. മനുഷ്യനായ അല്ലെങ്കിൽ മാംസം ധരിച്ചതാണ്. ദൈവത്തിൻ്റെ പ്രമാണമാണ് ഈശോയിൽ നമ്മൾ കാണുന്നത്. അതുപോലെ അത് ആ സ്ലീവായുടെ അരൂപിയിൽ സ്വീകരിക്കുക. ഏലിയ പ്രവാചകൻ എന്തുകൊണ്ടാണ് ഈ വീണ്ടും വരുമെന്നൊക്കെ ഇസ്രായേൽക്കാർ വിശ്വസിച്ചിരുന്നത്? മലാക്കി പ്രവചനം, മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവിൻ്റെ 2-ാം വരവിന്, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ ദിവസത്തിന് മുമ്പായിട്ട് ഏലിയായെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യഹൂദന്മാർ വിശ്വസിച്ചു. ഈ കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവസം ഇപ്പോഴുള്ള എല്ലാത്തിനെയും നശിപ്പിച്ച് പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന ഒരു സമയം വരും. ആ സമയത്ത് ഈ ഏലിയ പ്രവാചകന് തൊട്ട് മുമ്പായിട്ട് വരും എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിച്ചിരുന്നത്. കുറേയൊക്കെ ആദിമ ക്രൈസ്തവരും അങ്ങനെയൊക്കെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഈ ഏലിയ മൂശ സ്ലീവ കാലം എന്നതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഏലിയായി നമ്മളവിടെ ഓർക്കുന്നത്. ഒന്നാമത്തെ വായനയിൽ മോശ, അത് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. മോശ ഇങ്ങനെ മലമുകളിലേക്ക്, സിനായ് മലമുകളിലേക്ക് കയറിപ്പോയി 40 രാവും 40 പകലും ദൈവത്തോടൊപ്പമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 കൽപ്പലകളിൽ പ്രമാണങ്ങൾ എഴുതി വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ താഴെ വന്നിട്ട് അഹ്റോനെയും മറ്റ് നേതാക്കളെയൊക്കെ മോശ വിളിക്കുന്നു. എന്നിട്ട് എന്താണ്? മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്ത് ചെന്നു. സീനായ് മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവനവർക്ക് കൽപ്പനയായി നൽകി. സീനായ് മലയിൽ മുകളിൽ വെച്ച് ദൈവം അവനോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും. ഇതുതന്നെയാണ് നമ്മുടെ എല്ലാം ദൗത്യം. അബ്രാഹത്തെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി 18:19 നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ അവൻ്റെ മക്കളോടും അവരുടെ പിൻതലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും
അങ്ങനെ ഞാൻ ചെയ്ത വാഗ്ദാനം അവനിലൂടെ പൂർത്തിയാകാൻ വേണ്ടിയാണ്. മോശെയോട് ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മക്കളോട്, നമ്മുടെ പിൻതലമുറക്കാരോട് കൽപ്പിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ വഴി. രണ്ടാമത്തെ വായനയിൽ 1 കൊറിന്ത്യർ 15:35-50 ഇവിടെ പൗലോസിനോട് ആരൊക്കെയോ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമാണ്. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏത് തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്. എന്നിട്ട് പിന്നെ ഒരുപാട് കാര്യം പറഞ്ഞു പോവുകയാണ്. ഗോതമ്പ് മണി ഇങ്ങനെയാണ് അഴിയുന്നത്, പുതിയ ചെടിയാണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഈ വിവിധങ്ങളായിട്ടുള്ള ശരീരങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് വരും ലോകത്തിൽ. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളിവിടെയുള്ള ശരീരം പോലെയല്ല അവിടുത്തേത്, ആത്മീയ ശരീരമാണത്. ആത്മീയമെന്ന് പറയുമ്പോൾ ഭൗതികമല്ലാത്ത ശരീരം, അത് ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്. ഈശോയ്ക്ക് അടച്ചിട്ടിരുന്ന വാതിലിനുള്ളിലൂടെ കടക്കാൻ കഴിഞ്ഞു, അതുപോലെ അപ്രത്യക്ഷനാകാൻ കഴിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു, അതേ സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷനാകാൻ കഴിഞ്ഞു. ഇതാണ് ഈ ആത്മീയ ശരീരം എന്ന് പറയുന്നത്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ പറയും, അതൊരു തേർഡ് ഡയമെൻഷനാണ്, ഒരു മൂന്നാം മാനം. അത് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ, അതവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. നമുക്ക് ഇവിടെയുള്ള ജീവിതം സ്വർഗസമാനമാണെങ്കിൽ ആ ജീവിതത്തിലേക്ക് നമ്മൾ ഈ ശരീരവുമായിട്ട് പ്രവേശിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. ഈശോയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്, പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്, രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. നമ്മൾ ഇവിടെയുള്ളത് മാത്രമേ ഉള്ളൂ, അതായത് അതാണ് നശ്വരമായിട്ടുള്ളത്, ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ എന്താ പറ്റാൻ പോകുന്നത്? നമുക്ക് അനശ്വരമായതിനെ കിട്ടുകയില്ല എന്നേ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ എന്തെല്ലാം ഭൗതികത, ഒരുപാട് സ്വത്ത്, നമ്മുടെ മനോഹരമായ ശരീരം എല്ലാം ഉണ്ടെങ്കിലും ഇതിന് ശേഷം നമുക്ക് ഇതൊന്നുമല്ല ഉപകരിക്കാൻ പോകുന്നത്. അത് മറ്റു ചില കാര്യങ്ങളാണ്. അത് ഈ ആത്മീയതയാണ്. ആത്മീയത എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ചില ഗുണമേന്മകളാണ്. നമുക്കുണ്ട്, നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഗുണമേന്മകൾ. ആ ഗുണമേന്മകളാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ആത്മീയ ശരീരത്തെ നിർവചിക്കുന്നതെന്നാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങേ ലോകത്തുള്ള ശരീരത്തെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. ഈ ലോകത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ പ്രമാണമൊക്കെ ഈ കുരിശിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു അവസ്ഥാവിശേഷമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. സുവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഈശോ ഒരു ഉയർന്ന മലയിലേക്ക് പോകുന്നു. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. നമുക്ക് ആ കഥ അറിയാം. അവിടെ വെച്ച് 3 കൂടാരങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുന്നതും, അവിടെ ഏലിയായും പിന്നെ ആരാണ് മോശയൊക്കെ പ്രത്യക്ഷപ്പെടുന്നതും, അവർ ആരോടും പറയരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്കറിയാം. ഞാനത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അവിടെ വെച്ച് വീണ്ടും ഒരു അശരീരി ഉണ്ടാവുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ, അങ്ങനെയൊക്കെ കേൾക്കുന്നു. ഇവിടെ ഒരു കാര്യം എന്താണ്? 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഈശോ ഒരു ഉയർന്ന മലയിലേക്ക് പോയി. 6 ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് എബ്രായരെ സംബന്ധിച്ച്, ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ഹീബ്രു ഭാഷയിൽ 6 ദിവസം കൊണ്ടാണ് ദൈവം ഈ ഭൂമിയെല്ലാം സൃഷ്ടിച്ചത്, ലോകം സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവർ അതിനെ 6-നെ എപ്പോഴും ഭൗതികതയുടെ അടയാളമായിട്ടാണ് കാണുക. ദൈവത്തെ കൂടാതെയുള്ള ഒരു ഭൗതിക ജീവിതം. അങ്ങനെയുള്ള ആ ജീവിതം അവർ ഭൂമിയിൽ നിന്ന് ഈ ഭൗതികതയിൽ നിന്ന് അല്പം ഉയർന്നു പോവുകയാണ്, ഉയർന്നൊരു മലയിലേക്ക് പോവുകയാണ്. 6 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്രകാരം തീർത്തും ഭൗതികയിൽ നിന്ന് മാറിയിട്ട് ദൈവികതയിലേക്ക്, ആത്മീയതയിലേക്കൊന്ന് ഉയർന്ന് പോവുകയാണ് അവർ. അവിടെ വെച്ചാണ് അവർ യഥാർത്ഥത്തിൽ ഏലിയായും മോശയും ഒക്കെ കണ്ടുമുട്ടുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈശോയുടെ മുഖം അവർ വളരെ വ്യത്യസ്തമായിട്ട് രൂപാന്തരപ്പെട്ട് കാണുന്നത്. അവിടെ വെച്ചാണ് അവർക്ക് സ്വർഗീയമായ അനുഭവം ഉണ്ടാകുന്നത്. അതായത് ഇവിടെ പറഞ്ഞു വരുന്നതാണ്, നിങ്ങൾക്ക് ഈ ഭൗതികത കൊണ്ട് മാത്രം ഇരുന്നാൽ ഒന്നും നേടാൻ കഴിയില്ല. പൗലോസ് പറഞ്ഞതുപോലെ
നിങ്ങളുടെ ഈ ശരീരവും ഈ ലോകമൊക്കെ മാത്രമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയില്ല. നമുക്കറിയാം, ഈ 6-നെക്കുറിച്ച് പറയുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ 666 നെറ്റിയിൽ എഴുതപ്പെട്ടവൻ്റെ കാര്യം പറയും. അതെന്താണ്? 666 എന്ന് പറഞ്ഞാൽ ഈ ഭൗതികതയുടെ പൂർണ്ണതയാണ്. ദൈവത്തിൻ്റെ യാതൊരു സാന്നിധ്യവുമില്ലാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഒരിക്കലും പിന്നെ ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയില്ല. അതാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഇവിടെ വീണ്ടും പറയുകയാണ്, മനുഷ്യപുത്രനിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടിത് പറയരുത് എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്തായിരിക്കും? കാരണം ഇതൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആകെപ്പാടെ വലിയ ഒരു ബഹളമാകും. ഇവൻ തന്നെയാണ് രക്ഷകൻ, നമുക്ക് ഇവനെ ഉടനെ തന്നെ രാജാവാക്കണമെന്ന് അവർ പറയും. കാരണം കർത്താവിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നീട് കർത്താവിന് കടന്നു പോകേണ്ട കാര്യം, അതായത് എന്താണ്? കുരിശുമരണമുണ്ട്, ഉത്ഥാനമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അതെല്ലാം നടക്കണമെങ്കിൽ ഈ കാര്യം ഇപ്പോഴേ വിളിച്ചു പറയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അതുകൊണ്ട് അവരതൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു. പിന്നീട് പറയുകയാണ്, ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, ഏലിയ വന്നു കഴിഞ്ഞു. യോഹന്നാൻ മാന്താനെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ചുരുക്കത്തിൽ അതെല്ലാം അവർക്ക് മനസ്സിലായി. നമ്മൾ ഈ 6-ൽ നിന്ന് 7-ലേക്ക് വരണം. 6 എന്ന് പറഞ്ഞാൽ ഭൗതികത, 7 എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടി ആയിരിക്കുന്ന സാബത്ത്, ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാനാണ് നിങ്ങളുടെ ദൈവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാബത്ത് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഞായറാഴ്ച തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഭൗതികതയിൽ നിന്ന് മാറിയിട്ട് അല്പം മലമുകളിലേക്ക് കയറി ദൈവത്തെ കണ്ടുമുട്ടാൻ. ലോത്തിനോട് പറയുന്ന കാര്യമുണ്ട്, ഉൽപ്പത്തി പുസ്തകം നിങ്ങൾക്കത് വായിക്കാം. അതായത് ലോത്തിനോട് ഇങ്ങനെ, നീ മലയിലേക്ക് ഓടണം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മലയിൽ അനുഭവപ്പെടും, ഉയരങ്ങളിലാണ് അനുഭവപ്പെടുക. അങ്ങോട്ട് ഓടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങോട്ട് ഓടാതിരുന്നത് കൊണ്ട് ലോകത്തിന് രക്ഷ കിട്ടിയില്ല. പ്രിയമുള്ളവരെ, ഈ ഏലിയ സ്ലീവ മൂശക്കാലത്ത് നമ്മൾ ഓർക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഈ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രമാണമൊക്കെ ഈശോ അനുസരിച്ചതുപോലെ നമ്മൾ അനുസരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈശോയുടെ ഈ ദർശനമുണ്ടാകും. ആ ദർശനത്തിൽ നിന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ലോകത്തെ വളരെ വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.